വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വിജ്ഞാപനം 19/2025. വിജ്ഞാപന തീയതി 1/8/2025. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 31/8/2025. താഴെ പറയുന്ന സഹകരണ സംഘം അഥവാ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ അപേക്ഷ സമർപ്പിക്കൽ. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ, അതായത് www.cseb.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 19/2025. തസ്തികയുടെ പേര് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. വിദ്യാഭ്യാസ യോഗ്യത: ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്. 3. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം. സംഘത്തിൻ്റെ പേര്, ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിൽ. തൃക്കോവിൽവട്ടം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക്, കൊല്ലം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജനറൽ 1 വേക്കൻസി. സ്കെയിൽ ഓഫ് പേ വരുന്നത് 17,360 മുതൽ 44,650. അടുത്ത നാട്ടിക വാർക്ക സഹകരണ റൂറൽ ബാങ്ക്, ക്ലിപ്തം, നമ്പർ F125 1F. നാട്ടിക ഫാർക്ക സഹകരണ റൂറൽ ബാങ്ക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 1 ജനറൽ. നല്ലേപ്പള്ളി SCB, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജനറൽ 1. ചാവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 1, മലപ്പുറത്താണ് കാവ്. നെടിയിരിപ്പ് സർവീസ് സഹകരണ ബാങ്ക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 1 വേക്കൻസി ജനറൽ കാറ്റഗറി. ഇരിങ്ങല്ലൂർ പാലാഴി സർവീസ് സഹകരണ ബാങ്ക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 1 വേക്കൻസി SC/ST. തടിക്കടവ് സർവീസ് സഹകരണ ബാങ്ക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജനറൽ കാറ്റഗറിയിൽ 1 വേക്കൻസി. 7 ബാങ്കിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക്. പ്രായപരിധി 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് തികയാൻ പാടില്ലാത്തതുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധി 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും EWS 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 40%, അതിൽക്കൂടുതലുള്ളവർക്ക് 10 വർഷത്തെ ഇളവും വിധവർക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിൻ്റെ യോഗ്യത ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആയതിൽ
അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിനുമാണ്. വിദ്യാർത്ഥികൾ പരീക്ഷാ ഫീസിനൊപ്പം സർക്കാരിൻ്റെ 13/8/2024 സാധാരണ ഉത്തരവ് പ്രകാരമുള്ള GST കൂടി അടയ്ക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അഥവാ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും സാധാരണ ചട്ടം പ്രകാരം ഒരു സംഘം ഒരു ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷയിലെ സംഘം അഥവാ ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. വിദ്യാർത്ഥികൾ സാധാരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് www.kerala.cseb.kerala.gov.in പരിശോധിച്ച് ജ്ഞാനം വായിച്ചു നോക്കിയതിന് ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ ഓൺലൈനായി ജ്ഞാനപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31/8/2025. അവസാന തീയതി 31/8/2025 അതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡിന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for watching my channel. Thank you for watching my videos. Thank you.